ജീവിക്കുവാൻ, മിഷണറി ആകുവാൻ. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കടുകുമണി അപ്പസ്തലോയിൽ അയക്കപ്പെട്ടവർ. MSTയുടെ മാധ്യമ വിഭാഗമായ ഇമ്പാക്റ്റും ശാലോം ടിവിയും ചേർന്നൊരുക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങളുടെയൊക്കെ റിലേറ്റീവ്സും ഫ്രണ്ട്സും കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യങ്ങളൊക്കെ കണ്ടിട്ട് ഉത്തരങ്ങൾ അയച്ചോ? നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തോ? അപ്പൊ അവർ കണ്ടിട്ട് തന്നെയാണ് ഉത്തരങ്ങൾ അയച്ചത്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എന്താന്ന് നോക്കാം. ഇനി കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒപ്പം വിജയി. ചോദ്യങ്ങൾ: സീറോ മലബാർ കുർബാനയിലെ ദൈവ ഐക്യ ശുശ്രൂഷയിൽ എത്ര ഭാഗങ്ങളാണുള്ളത്? ഉത്തരം 4. അനുരഞ്ജന ശുശ്രൂഷ, വിഭജന ശുശ്രൂഷ, ദൈവ ഐക്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ. ചോദ്യം 2. ഉദ്ധിതനായ മിശിഹായെയാണ് വിശുദ്ധ കുർബാനയിലൂടെ നാം സ്വീകരിക്കുന്നത് എന്ന് പ്രതിപാദിക്കുന്ന സുവിശേഷ സംഭവം എവിടെയാണ്? ഉത്തരം ലൂക്ക 24:13 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഇനി വിജയ ആരാ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ദൈവവചനവും ക്രൈസ്തവ ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും നയിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ ബുദ്ധിമുട്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലൊക്കെ നമ്മളെ നയിക്കുന്ന ദൈവവചനമാണ്. ഇതുവരെ എഡിറ്റ് ചെയ്യപ്പെടാത്തത്, അല്ലെങ്കിൽ ഒരിക്കലും കണ്ടന്റ് മാറ്റപ്പെടാത്ത ഒന്നാണ് ദൈവവചനം എന്ന് പറയുന്നത്. ദൈവവചനത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? എനിക്കറിയാം. എന്താ അത്? ഹെബ്രായർ 4:12 പറയുന്നത്, ദൈവവചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി മാംസയും മച്ചവും കീർന്ന, അങ്ങനെ പറഞ്ഞിട്ട് പോവാണത്. ഓക്കെ. അപ്പം ജോഫിന് നല്ലൊരു കയ്യടി കൊടുത്തേ. ഇതുപോലെ തന്നെ പല വിശുദ്ധരാവുന്നതിന് മുമ്പ് തന്നെ അവരുടെ ജീവിതത്തിൽ ഒത്തിരി പരിവർത്തനങ്ങൾ നടത്താൻ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അവർക്ക് മാനസാന്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും വിശുദ്ധരെ നിങ്ങൾക്ക് അറിയാമോ? അറിയാം. ആരാ? ഫ്രാൻസിസ് സേവറും അഗസ്റ്റിനോസ്. സെന്റ് അഗസ്റ്റിനും സെന്റ് ഫ്രാൻസിസും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവവചനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാം, എങ്ങനെ നമ്മുടെ ജീവിതത്തെ ദൈവവചനത്തിലൂടെ നവീകരിക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി നമുക്ക് ജോസഫിനെ ക്ഷണിക്കാം. എല്ലാവരും നല്ലൊരു കൈയ്യോടെ എടുത്തേ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. പ്രിയ കടുകുമണി കൂട്ടുകാരെ, പ്രിയ പ്രേക്ഷകരെ, ദൈവാരാധനയെ പറ്റി പഠിച്ചു. ദൈവാരാധനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അടയാളങ്ങളെയും പ്രതീകങ്ങളെയും പറ്റി പഠിച്ചു. വിശുദ്ധ കുർബാനയെപ്പറ്റി അത് പൂർണ്ണമായിട്ടും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലും വ്യാപ്തിയിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെല്ലാം നമുക്ക് ശക്തി തരുന്ന ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ വേണ്ടി പരിശുദ്ധ കുർബാനയിൽ ഭക്തിയോടും ശ്രദ്ധയോടും അതിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കി പങ്കെടുക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാം പ്രചോദനമാകുന്ന തിരുവചനമാണ്. ക്രൈസ്തവ ജീവിതത്തിൽ ആ തിരുവചനത്തിൻ്റെ സ്ഥാനം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ പഠിക്കുവാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ ഗീതു ചേച്ചി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ഈ എപ്പിസോഡിൻ്റെ അവസാനം, ഈ ക്ലാസ്സിൻ്റെ അവസാനം നിങ്ങളെല്ലാവരും ഒരു തിരുവചനമെങ്കിലും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തിരുവചനമെങ്കിലും കാണാതെ പഠിക്കണമെന്ന്. പ്രിയ പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷയും ഇതാണ്. തിരുവചനം നമ്മുടെ വഴിയിൽ വിളക്കാണ്, നമുക്ക് വഴിയിൽ പ്രകാശം നൽകുന്നതാണ്. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങളോടുള്ള എൻ്റെ അപേക്ഷ ഇതാണ്: ഒരു വചനം നമുക്ക് സ്വന്തമാക്കാം. കാണാതെ പഠിച്ച് പല വചനങ്ങൾ നമ്മുടെ കുഞ്ഞു കൂട്ടുകാർ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കും. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം അവർ നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കും. നിങ്ങളും അതിൽ നിന്ന് ഒരു വചനം സ്വന്തമാക്കുവാൻ വേണ്ടി കാണാതെ പഠിച്ച് അത് എൻ്റെ വചനമാണ്, എൻ്റെ സ്വന്തമായ വചനമാണ് എന്ന് പറയുവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. നമുക്കറിയാം, തിരുവചനം നമുക്ക് ദൈവം നൽകപ്പെട്ട അപ്പമാണ്, പാഥേയമാണ്, വഴിയിൽ പ്രകാശമാണ്. തിരുനാഥൻ ചൊൽകിയ മൊഴികൾ അത് ലിപികളിൽ, പുസ്തക രൂപത്തിൽ നമ്മുടെ പക്കലേക്ക് തിരുവചനത്തിലൂടെ നൽകപ്പെട്ടിരിക്കുകയാണ്. ആ തിരുവചനത്തിലൂടെയാണ് യേശുനാഥൻ ഇന്നും ജീവിക്കുന്നത്, അല്ലേ? പ്രചോദിതരായി, ദൈവത്താൽ, പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ പ്രചോദിതരായി സ്ലീഹന്മാരും പ്രവാചകന്മാരും എഴുതിയതാണ് തിരുവചനം.
ആ തിരുവചനമാണ് നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പ്രകാശമായിക്കൊണ്ടിരിക്കുന്നത്. യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്. ചാക്കോച്ച, എന്താണ് യേശുനാഥൻ പറഞ്ഞിരിക്കുന്നത്? ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. ലൂക്ക 8:19-21 വരെയുള്ള വാക്യങ്ങൾ. ലൂക്ക 8:19 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവവചനം പാലിക്കുന്നവനാണ് എൻ്റെ അമ്മയും സഹോദരനും. യേശുനാഥൻ പറഞ്ഞ വചനമാണ്. ദൈവവചനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ, ക്രൈസ്തവ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യമെന്ന്. യേശുവിനോട് ചേർന്നിരിക്കണമെങ്കിൽ, യേശുവിൻ്റെ സ്വന്തമാകണമെങ്കിൽ തിരുവചനം പാലിക്കണം. ഇതുകൊണ്ടാണ് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിന് ആധാരമായിരിക്കേണ്ടത് യേശുവിനോട് ചേർന്നിരിക്കേണ്ടവരായ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവചനമാണ്. തിരുവചനം ക്രൈസ്തവ ജീവിതത്തിൽ എന്താണ് എന്നുള്ളത് നമുക്കറിയണ്ടേ? ഇത് എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് സോന എന്നോട് പറഞ്ഞത്. സോനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ഏതാണെന്നാണ്? സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. യോഹന്നാൻ 8:51. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാനുള്ള കാരണം. തിരുവചനം പാലിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. എന്തു മരണമാണ്? പാപത്തിൽ മരിക്കാൻ സാധിക്കുകയില്ല. തിരുവചനം പാലിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപത്തിന് അടിമയാവുകയില്ല, മരിക്കുകയില്ല. എന്നും നമ്മൾ യേശുവിനോടൊത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് തിരുവചനം ആവശ്യമാണ്. തിരുവചനമാണ് നമ്മുടെ ശക്തി, നമ്മുടെ ജീവൻ. യേശുവിനോടൊപ്പം എന്നും ജീവിക്കണമെങ്കിൽ തിരുവചനം പാലിക്കണം. തിരുവചനം പാലിക്കുന്നവർക്ക് ഒരിക്കലും പാപം ചെയ്യാൻ സാധിക്കുകയില്ല. പാപം ചെയ്യാത്തവൻ യേശുവിൻ്റെ സഹോദരനാണ്, അമ്മയാണ്. യേശുവിൻ്റെ സഹോദരനും അമ്മയും യേശുവിനോടൊത്തായിരിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, എന്നും ജീവിക്കും. മക്കബായരുടെ പുസ്തകത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അവർക്കൊപ്പമുണ്ടായിരുന്ന തിരുവചനമാണ്, പരിശുദ്ധ ഗ്രന്ഥമാണ് അവരുടെ ശക്തി, അവർക്ക് ആത്മധൈര്യം നൽകിയത് എന്ന് പറയുന്നുണ്ട്. നമുക്കൊപ്പമുള്ള തിരുവചനമായിരിക്കണം നമുക്ക് ആത്മധൈര്യവും ശക്തിയും നൽകുന്നത്. അതുകൊണ്ട് വചനം എപ്പോഴും നമുക്കൊപ്പം ഉണ്ടായിരിക്കണം. ഇതാണ് വചനം ക്രൈസ്തവ ജീവിതത്തിൽ എന്ന് പറയുന്നത്. അന്നു എന്തോ പറയുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അന്നുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം എന്താണ്? എൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരായിരിക്കും. യോഹന്നാൻ 8:31. വചനം നമ്മളെ ഓരോരുത്തരെയും യേശുവിൻ്റെ ശിഷ്യന്മാരാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് വചനത്തിൽ ജീവിക്കുന്നവർ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. അന്ന് പറഞ്ഞത് ഒരിക്കൽ കൂടെ പറഞ്ഞേ. എൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരായിരിക്കും. എൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്. വചനത്തിൽ വിശ്വസിക്കുന്നവർ, ജീവിക്കുന്നവർ തീർച്ചയായിട്ടും യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. നമ്മളെല്ലാവരും, പ്രിയ കൂട്ടുകാരെ, പ്രേക്ഷകരെ, നമ്മളെല്ലാം യേശുവിൻ്റെ ശിഷ്യന്മാരാകാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ വചനത്തിൽ വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. താൻ ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ചപ്പോഴും പറഞ്ഞത്, അവർക്ക് വചനം പറഞ്ഞു കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞത് ഇതാണ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ വിശ്വസിക്കുവിൻ, അതുവഴിയായി നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുവിൻ എന്നാണ്. ദൈവവചനം ജീവദായകമാണ്, അന്ധകാരം നീക്കുന്നതാണ് എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. നമുക്ക് വഴിയിൽ വെളിച്ചമായി പ്രകാശമായി വരുന്നതാണ് വചനം. മനോഹരമായൊരു പാട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടി പാടാം. ഏതാണ്? സുവിശേഷ വെളിച്ചത്താൽ. പഠിക്കേ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം. സുവിശേഷത്തിന്റെ വെളിച്ചത്താൽ അന്ധകാരം നീക്കുവാൻ വേണ്ടി വന്നവനായ ദൈവത്തെ, അതാണ് തിരുവചനം പറയുന്നത്. അന്ധകാരം നീക്കുന്നതാണ്. ജോഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ഏതാണ്? വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. യോഹന്നാൻ 16:4. യോഹന്നാൻ 16:4. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഇതുതന്നെയാണ് നമ്മൾ പറഞ്ഞത്, അന്ധകാരം നീക്കുന്നതാണ് ആ വചനം. ആ വചനം നമ്മുടെ ജീവിതത്തിൽ അന്ധകാര ശക്തിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി, അന്ധകാരമാണ് നമ്മുടെ ജീവിതത്തിൽ, അന്ധകാരമാണ്, വിളക്കുകൾ കെട്ടുപോകുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് വെളിച്ചം പകരുന്നതാണ് തിരുവചനം എന്നാണ് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഇപ്പോൾ നാം കേട്ടത്. അശ്വിൻ, ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? മത്തായി 16:26. ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്തു പ്രയോജനം? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? മത്തായി 16:26. മത്തായി 16:26. ഞാൻ ചോദിക്കുകയാണ്, ഈ വചനം ശ്രവിച്ചതിന് ശേഷം മാനസാന്തരപ്പെട്ട ഒരു വിശുദ്ധനെ പറ്റി നിങ്ങൾക്കറിയാമോ? ആരാണ്? വിശുദ്ധ ഫ്രാൻസിസ് അസിസി. ഫ്രാൻസിസ് അസീസി അല്ല, ഫ്രാൻസിസ് സേവ്യർ ആണ്. ഈ വചനം ശ്രവിച്ചതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ മാനസാന്തരം വന്ന് ദൈവത്തിൻ്റെ പക്കലേക്ക് വന്നത് ഫ്രാൻസിസ് സേവ്യർ. തിരുവചനം ശ്രവിച്ച് മാനസാന്തരത്തിലേക്ക് നയിക്കും എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്
ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതം. വചനം ശ്രവിച്ചു, അതിനുശേഷം അത് യേശുവിലേക്ക് കൂടുതൽ വരാൻ വേണ്ടി. ഇത് തന്നെയാണ് നമ്മളും പലപ്പോഴും ദൈവവചനം മറക്കുമ്പോൾ, ദൈവവചനം ശ്രവിക്കാതിരിക്കുമ്പോൾ, ദൈവവചനം വായിക്കാതിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ ശക്തികളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഇന്നത്തെ സത്യാവസ്ഥയാണ്. ഇത് നാം കാണുന്നതാണ്. അനുദിനം വചനം വായിക്കുക, ഈ ലോകത്തിൻ്റെതായ ശക്തികളിൽ നിന്ന് അകന്ന് ദൈവത്തിനോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ സഹോദരീ സഹോദരന്മാരായി മക്കളായി ജീവിക്കുവാനുള്ള മാർഗമാണ് തിരുവചനം. തിരുവചനം ശ്രവിക്കുക, വായിക്കുക, സ്വന്തമാക്കുക. തീർച്ചയായും നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കും. അടുത്തതാരാണ്? എലിസബത്തിൻ്റെ വചനം നമുക്ക് കേൾക്കാം. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. 1 യോഹന്നാൻ 5:12. 1 യോഹന്നാൻ 5:12 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെ സ്വന്തമാക്കിയവൻ ജീവനുണ്ട്. ദൈവത്തെ സ്വന്തമാക്കിയവനിൽ ജീവനുണ്ട് എന്നാണ് പറഞ്ഞത്. ദൈവം എന്താണ്? വചനമാണ്. ഈ വചനത്തിലൂടെയാണ് ദൈവം ഇന്ന് നമ്മുടെ ഇടയിൽ വസിക്കുന്നത്. ഈ വചനം സ്വന്തമാക്കുന്നവൻ ജീവനാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ യാത്രയിൽ, സ്വർഗം പ്രാപിക്കുവാനുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് ജീവനായി നൽകുന്നത് വചനമാണ് എന്നുള്ളതാണ് ഇപ്പോൾ എലിസബത്ത് നമ്മളോട് പറഞ്ഞത്. ദൈവത്തെ സ്വന്തമാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വചനം സ്വന്തമാക്കുന്നതാണ്. അനുദിനം വചനം വായിച്ച് ആ വചനം എൻ്റേതാക്കുമ്പോൾ, സ്വായത്തമാക്കുമ്പോൾ, സ്വന്തമാക്കുമ്പോൾ നമ്മൾ ദൈവത്തെയാണ് സ്വന്തമാക്കുന്നത്. ദൈവത്തെ സ്വന്തമാക്കുന്നവരായ നമുക്ക് ദൈവം ജീവൻ നൽകുകയാണ്. ദൈവം രക്ഷാദായകമാണ്. വചനം രക്ഷ നൽകുന്നതാണ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. മാനസാന്തരത്തിലേക്ക് നയിക്കും, ജീവൻ നൽകും. ഇതൊക്കെ നമ്മളെ രക്ഷയിലേക്കാണ് നയിക്കുന്നത്. അടുത്തതായിട്ട് വചനം നമ്മളെ സ്വതന്ത്രരാക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യും എന്ന് കൃത്യമായിട്ട് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വചനമാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. എവിടെ നിന്നാണ് സ്വതന്ത്രരാക്കുന്നത്? ഈ ലോകത്തിൻ്റെതായ ശക്തികളിൽ നിന്ന്, പൈശാചിക ശക്തികളിൽ നിന്നൊക്കെ വചനം നമ്മളെ സ്വതന്ത്രരാക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പവിത്ര റെഡിയായിട്ട് നിൽക്കുകയാണ് വചനം പറയുവാൻ വേണ്ടി. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. യോഹന്നാൻ 17:17. സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണ് സത്യം. ആ സത്യത്താൽ, ആ വചനത്താൽ വിശുദ്ധീകരിക്കണമേ എന്നാണ് യോഹന്നാനിലൂടെ തിരുവചനം നമ്മോട് പറയുന്നത്. ആ വചനം പറയുന്നതനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും വിശുദ്ധീകരിക്കും, സ്വതന്ത്രരാക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കെട്ടപ്പെടുമ്പോൾ, ഈ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളാൽ നമ്മൾ കെട്ടപ്പെടുമ്പോൾ, ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളാൽ നമ്മൾ കെട്ടപ്പെടുമ്പോൾ ഈ വചനം നമ്മളെ സ്വതന്ത്രരാക്കും, വിശുദ്ധീകരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അവസാനമായി വചനം നിത്യജീവൻ നൽകുന്നതാണ്. ജീവൻ നൽകുന്നതാണ്, നിത്യജീവൻ. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണെന്ന് നമ്മൾ പഠിച്ചു. സ്വർഗം പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. നിത്യമായ ജീവൻ ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. തിരുവചനം പറയുന്നുണ്ട്, വചനം നിത്യജീവൻ നൽകുന്നു. ജീവൻ നൽകുവാൻ ശക്തിയുള്ളതാണ് വചനമെന്ന്. ഇനി ആരാണ് വചനം പറയാൻ മിച്ചമുള്ളത്? ദിയ പറഞ്ഞോളൂ. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 5:24. യോഹന്നാൻ 5:24. എൻ്റെ വചനം ശ്രവിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നാണ് പറയുന്നത്. ഈ വചനം ശ്രവിക്കുന്നവനാണ് നിത്യജീവനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടത് ഇത് തന്നെയാണ്. ദൈവവചനം ക്രൈസ്തവ ജീവിതത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. നിങ്ങളെല്ലാം ഓരോ വചനം പഠിച്ചു കഴിഞ്ഞു. മനോഹരമായ വചനങ്ങൾ. ആ വചനം വഴിയായിട്ട് നമുക്ക് ലഭിച്ച സന്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ചലഞ്ച് ഇതാണ്. ഇന്നു മുതൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ വചനത്തിൽ ജീവിക്കണം. നിങ്ങളൊരു വചനം സ്വന്തമാക്കിയിട്ടുണ്ട്. സ്വന്തം എന്ന് പറയുവാൻ നിങ്ങൾക്കൊരു വചനമുണ്ട്. ഇപ്പോൾ അത് നിങ്ങളുടെ സ്വന്തം വചനമാണ്. ആ വചനം ഇവിടെ ഈ കൂട്ടുകാർക്ക് വേണ്ടി പങ്കുവച്ചപ്പോൾ ഒരു പ്രതിജ്ഞ കൂടെ എടുക്കണം. ആ വചനം ഞാൻ ജീവിക്കും, എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കും എന്നുള്ളത്. ഇത് മാത്രമല്ല, വചനം പഠിക്കണം, അനുദിനം വചനം വായിക്കണം, ആ വചനത്തിനനുസരിച്ച് ജീവിക്കണം. അതുവഴിയായിട്ട് നിങ്ങൾ കടുകുമണി അപ്പസ്തലോയി അയക്കപ്പെട്ടവരാവുകയാണ്. അതുകൊണ്ട് വചനവുമായി അയക്കപ്പെട്ടവർ ആയിത്തീരുകയാണ്. നിങ്ങൾ അയക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. വചനവുമായി നമുക്ക് പോകാം. ആ വചനം മറ്റുള്ളവരിലേക്കും, ആ വചനത്തിൻ്റെ ശക്തി നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും എത്തിക്കുവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. പ്രിയ പ്രേക്ഷകരെ, വചനമാണ് നമ്മുടെ ശക്തി. നമ്മളെ നയിക്കുന്നത്, നമ്മളെ നിത്യജീവൻ നൽകുന്നത്, നമുക്ക് നിത്യജീവൻ നൽകുന്നത് ഈ വചനമാണ്. നമുക്കും പഠിക്കാം, നമുക്കും വളരാം, നമുക്കും ശ്രവിക്കാം. ഈ വചനത്തിൽ പഠിച്ച് ശ്രവിച്ച് വളർന്ന് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള കൃപയും ശക്തിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം
കൈകൂപ്പി വണങ്ങിടാം. സുവിശേഷത്തിന്റെ വെളിച്ചമൊക്കെ ഉൾക്കൊണ്ട് നിങ്ങൾ ജോസച്ചന്റെ ക്ലാസ്സിൽ നല്ല ഊർജ്ജസ്വലരായിട്ടിരുന്ന് വചനമൊക്കെ പറയുന്നത് കേട്ടല്ലോ. അപ്പോൾ വചനത്തെക്കുറിച്ച് പഠിച്ചു നന്നായിട്ട്? ഇന്ന് മാത്രമല്ല വചനം പഠിക്കേണ്ടത്, എല്ലാ ദിവസവും ഓരോ വചനം വീതം പഠിക്കണം. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമോ? വായിക്കും. ഓക്കെ. അപ്പോൾ എല്ലാ ദിവസവും ഓരോ വചനം കൂടി വേണം പഠിക്കാൻ. പിന്നെ അച്ഛൻ നിങ്ങൾക്ക് ഒരു ഡ്യൂട്ടി തന്നായിരുന്നല്ലോ, അതെന്തായിരുന്നു? എല്ലാവരോടും വചനം പ്രഘോഷിക്കാൻ. ഓക്കെ, നിങ്ങൾക്കൊരു ദൗത്യമാണുള്ളത്. നിങ്ങളൊരു അയക്കപ്പെട്ടവരാണ്. അതായത് അയക്കപ്പെട്ടവരെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വചനം പഠിച്ചാൽ മാത്രം പോരാ, അത് മറ്റുള്ളവരിലേക്കും എത്തിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്നത്തെ ചോദ്യങ്ങൾ: ചോദ്യം 1, മത്തായി 16:26 വചനം മാനസാന്തരത്തിന് ഇടയാക്കിയ വിശുദ്ധൻ ആരാണ്? ഒരിക്കൽ കൂടി, മത്തായി 16:26 വചനം മാനസാന്തരത്തിന് ഇടയാക്കിയ വിശുദ്ധൻ ആരാണ്? ചോദ്യം 2, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന സുവിശേഷത്തിൽ എവിടെയാണ് നാം വായിക്കുന്നത്? വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന സുവിശേഷത്തിൽ എവിടെയാണ് നാം വായിക്കുന്നത്? ഉത്തരങ്ങൾ അയക്കേണ്ട ഫോമാറ്റ്: നിങ്ങളുടെ പേര്, വീട്ടുപേര്, ഇടവക, 8A സ്പേസ് ഉത്തരം, 8B സ്പേസ് ഉത്തരം. അയക്കേണ്ട നമ്പർ 9495787676. നിങ്ങളെ കാത്തിരിക്കുന്ന സമ്മാനങ്ങൾ: ശരിയുത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പ്രോത്സാഹന സമ്മാനവും തുടർച്ചയായി 10 എപ്പിസോഡിൽ ശരിയുത്തരം അയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 2 പേർക്ക് മിഷൻ പ്രദേശങ്ങൾ സന്ദർശിക്കാനുമുള്ള അവസരമാണ് കടുകുമണി ഒരുക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിതവയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലോക മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലോക മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ.